എല്ലാവർക്കും നമസ്കാരം. കേരള ടി വിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് KSEBിയുടെ ടെലസ്കോപ്പിക് താരിഫ് ലോ ടെൻഷൻ LT1 ഡൊമസ്റ്റിക് താരിഫിന് ഗാർഹിക താരിഫിൽ ടെലസ്കോപ്പിക് താരിഫ് എങ്ങനെയാണ് കണക്കുകൂട്ടുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ടെലസ്കോപ്പിക് താരിഫ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 മാസം കൂടുമ്പോൾ ബില്ല് തരുമ്പോൾ 2 മാസം ഉപയോഗമാകുന്ന 500 യൂണിറ്റ് വരെയാണ് ടെലസ്കോപ്പിക് താരിഫ് നിലനിൽക്കുകയുള്ളൂ. 500 യൂണിറ്റിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് നോൺ ടെലസ്കോപ്പിക്കിലേക്ക് മാറ്റപ്പെടും. അപ്പോൾ ടെലസ്കോപ്പിക് താരിഫ് കണക്ക് കൂട്ടുന്നത് ഓരോ 100 യൂണിറ്റിൻ്റെയും സ്ലോട്ടുകളായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ 100 യൂണിറ്റിന് 3 രൂപ 35 പൈസയാണ് കറണ്ട് ചാർജ് ഇനത്തിൽ കൊടുക്കേണ്ടി വരിക. പിന്നീടുള്ള 100 യൂണിറ്റിന് 4 രൂപ 25 പൈസയും, പിന്നീടുള്ള 100 യൂണിറ്റിന് 5 രൂപ 35 പൈസയും, പിന്നീട് വരുന്ന 100 യൂണിറ്റ്, അതായത് 2 മാസം കൂടുമ്പോൾ 400 യൂണിറ്റ് ആകുമ്പോൾ 300 മുതൽ 400 വരെയുള്ള ആ ഒരു സ്ലോട്ടിൽ കൊടുക്കേണ്ടി വരുന്നത് 7 രൂപ 20 പൈസയും, 400 മുതൽ 500 വരെ ഉപയോഗം വരുമ്പോൾ ആ 100 യൂണിറ്റിന് കൊടുക്കേണ്ടി വരുന്ന 8 രൂപ 50 പൈസയുമാണ്. അപ്പോൾ 500 യൂണിറ്റ് വരെ 2 മാസം ആകുന്നവർക്കാണ് ഈ ടെലസ്കോപ്പിക് സംവിധാനം നിലനിൽക്കുന്നത്. അവർക്ക് മാത്രമേ ഈ ടെലസ്കോപ്പിക് ബില്ലിംഗ് സംവിധാനം ഏർപ്പെടുത്താനും അത് ലഭ്യമാവുകയുള്ളൂ. 500-ന് മുകളിലേക്ക് 2 മാസത്തെ ഉപയോഗം പോകുമ്പോൾ അതിനെ നോൺ ടെലസ്കോപ്പിക് ആയിട്ടാണ് കണക്ക് കൂട്ടുക. അതുമാത്രമേ ഈ ടെലസ്കോപ്പിക് സംവിധാനം അല്ലെങ്കിൽ ടെലസ്കോപ്പിക് താരിഫ് എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓരോ 100 യൂണിറ്റിനുമാണ് 500 യൂണിറ്റ് വരെയുള്ള ഡിവിഷനുകളിൽ ഓരോ 100 യൂണിറ്റിനുമാണ് റേറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. ആദ്യത്തെ 100 യൂണിറ്റിന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 3 രൂപ 35 പൈസ, പിന്നീട് വരുന്ന 100 യൂണിറ്റിന് 4 രൂപ 25 പൈസ, പിന്നീട് വരുന്ന 100 യൂണിറ്റിന് 5 രൂപ 35 പൈസ, പിന്നീട് വരുന്ന 100 യൂണിറ്റിന് 7 രൂപ 20 പൈസ, പിന്നീട് വരുന്ന 100 യൂണിറ്റിന് 8 രൂപ 50 പൈസ. ഇതിന് കൂടെ മീറ്ററിൻ്റെ റെൻറ്റ് വരും, ഫിക്സഡ് ചാർജ് വരും, അതുപോലെ ഫ്യൂവൽ സർചാർജ് ഉണ്ടെങ്കിൽ അത് വരും. പിന്നീട് ഇതിനകത്ത് മറ്റൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് 240 യൂണിറ്റിൽ താഴെയാണ് ഉപയോഗമെങ്കിൽ 2 മാസം കൂടുമ്പോൾ 240 യൂണിറ്റ് താഴെയാണ് ഉപയോഗമെങ്കിൽ ഒരു 240 യൂണിറ്റ് താഴെ 2 മാസത്തേന് നിർത്താൻ സാധിക്കുന്ന സാധാരണ കൺസ്യൂമർ ഉണ്ടാവും. അപ്പോൾ ആ കൺസ്യൂമർ അങ്ങനെ അത് ഉപയോഗിക്കാൻ സാധിച്ചാൽ അവർക്ക് ഈ പറയുന്ന 240 യൂണിറ്റ് എന്ന് പറയുമ്പോൾ സബ്സിഡി ഇനത്തിൽ 148 രൂപ അവർക്ക് 240 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്കാണ് പറഞ്ഞത്. 240 യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ 148 രൂപ അവർക്ക് സബ്സിഡി ആയിട്ട് കിട്ടും. അപ്പം ഈ പറയുന്ന ടെലസ്കോപ്പിക് സംവിധാനത്തിൽ കണക്ക് കൂട്ടി വരുമ്പോൾ അതിൽ കൂടുതൽ തുക അടയ്ക്കേണ്ടതാണ്. പക്ഷേ ആ തുകയിൽ നിന്നും 148 രൂപ വീണ്ടും കുറച്ച് ഉള്ള തുകയാണ് 240 യൂണിറ്റ് ഉപയോഗിക്കുന്ന ആൾ കൊടുക്കേണ്ടത്. അതേസമയം 241ലേക്ക് പോയാൽ ഈ സബ്സിഡി അവിടെ ലഭ്യമാകുകയില്ല. 240 യൂണിറ്റ് 2 മാസം ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് ഈ സബ്സിഡി ലഭ്യമാക്കുന്നത്. അതുപോലെ TOD മീറ്ററിനെ പറ്റി അടുത്ത വീഡിയോയിൽ പറയാം. ഇതാണ് ടെലസ്കോപ്പിക് സംവിധാനം അല്ലെങ്കിൽ ടെലസ്കോപ്പിക് രീതിയിൽ താരിഫ് എങ്ങനെയാണ് കണക്കൂട്ടുന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.